എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നത് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാനൊരു ചെറിയ മട്ടൻ്റെ അച്ചാറിട്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല 2 റെസിപ്പികളുണ്ട്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഒന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നത്. അത് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ധൃതിയിലൊന്നും ഇതുണ്ടാക്കാൻ പറ്റത്തില്ല, ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ തലേന്നെ ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം എന്നോട് ഷൈനിയും പറയുന്നത് ബിജി ഡൽഹിയിലേക്ക് ന്യൂസ് കണ്ടോന്ന്. അത് കഴിഞ്ഞ് ഞാൻ വെള്ളിയാഴ്ച ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ന്യൂസും കണ്ടത്. സത്യം പറഞ്ഞാൽ ഇപ്പം മഴയും മനുഷ്യർക്ക് പേടിയായി, കാറ്റും പേടിയായി. എപ്പോഴാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തെല്ലാം ഈ കഴിഞ്ഞിടെ ഒരു കാറ്റത്ത് ഞങ്ങളുടെ ബോംബെയിൽ പെട്രോൾ പമ്പിൻ്റെ ഇത് വീണ് കുറേ പേര് മരിച്ച്. ഇതിപ്പോൾ എന്താണ്ട് കണ്ടില്ലേ ഡൽഹിയിൽ. അതുപോലെ എൽദോ പറഞ്ഞായിരുന്നു. എൽദോടെ ഞാൻ കഴിഞ്ഞ ദിവസം കൊഴുക്കട്ടയുടെ കാര്യം പറഞ്ഞില്ലേ. എൽദോ ഇങ്ങനെ കൊഴുക്കട്ട കട്ടി കുറച്ച് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് എൽദോ ഒരു അനിയൻ കൊച്ചാട്ടോ. അപ്പോൾ എൽദോയുടെ അമ്മയെ കേൾപ്പിച്ചെന്നാ വീഡിയോ. അപ്പോൾ അമ്മ എൻ്റെ വീഡിയോയൊക്കെ കാണുന്നതാണ്. മീനു എന്നാ പേര്. ഒരു ഹായ് പറയണേന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞേ അമ്മയെ കൊണ്ട് കാണിച്ച അമ്മയും കാണുന്നതെന്നൊക്കെ അറിഞ്ഞപ്പം ഹായ് മീനു എന്നാണ് പറഞ്ഞത്. ഹായ്, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ? ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. വീഡിയോകളൊക്കെ കാണണം, കമൻ്റൊക്കെ ഇടണം കേട്ടോ. ഓക്കെ. പിന്നീട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരെണ്ണം ബ്രേക്ക്ഫാസ്റ്റ്, മറ്റേത് എല്ലാവരും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. ഞങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ആകുമ്പം ഇത്രയും വേണം. ഞാനപ്പോൾ അതൊന്ന് ഈ പാക്കറ്റ് വന്ന റവയാണ്. അപ്പോൾ ഞാൻ അതൊന്നൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് മൊരിച്ചൊന്നും എടുക്കണ്ട. നമ്മൾ ഈ ഉപ്പുമാവിന് ഉണ്ടാക്കാൻ വറക്കുന്നത് പോലെ ഒന്നും വറക്കണ്ട. ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് അതിൻ്റെ ഒരു മണം വരാറായപ്പോഴത്തേക്കും ഞാൻ തീ ഓഫാക്കി. എന്നിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ റവയ്ക്ക് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പിനിപ്പം 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ആ കണക്കിന് നിങ്ങൾ വെള്ളം ഒഴിക്കുക. എന്നിട്ടിപ്പോൾ ഇതിൽ വെള്ളം ഇതൊക്കെ ഒന്ന് ചൂടായി അടിയിൽ നിന്ന് ഇങ്ങനെ കുമിളകൾ പോലെ വരാറായണേ ഞാൻ ഈ റവ ഇട്ട് കൊടുത്ത്, എന്നിട്ട് തീ ഏറ്റവും കുറച്ച്, എന്നിട്ട് ഇത് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് എങ്ങാനും ചേർക്കാം. ഞാനിപ്പം നെയ്യൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആ കുമിളകൾ നല്ല കട്ടയില്ലാതെ നന്നായിട്ട് ഞാൻ ഉടച്ചിട്ടുണ്ട്. ഇനി അത് ഇച്ചിരി നേരം ഒന്ന് നമുക്ക് തീ വേണമെങ്കിൽ കുറയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചേക്കുക, ഓഫാക്കിയിട്ടില്ല. എന്നിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇച്ചിരി നേരം. ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി. ഇപ്പം ഞാൻ തീ അങ്ങ് ഓഫാക്കി. എന്നിട്ട് ഇത് നന്നായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വീണ്ടും ഇങ്ങനെ അടച്ച് വെച്ചേക്കാം. അതൊന്ന് ഇച്ചിരി ഒന്ന് തണുക്കട്ടെ. കാരണം നമുക്ക് തണുത്തതിന് ശേഷം അതൊന്ന് ഇച്ചിരി ഉരുളകളാക്കണം. അതുകൊണ്ട് അത് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിവിടെ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുകും 2 കറിവേപ്പില ഇട്ട് ആ കറിവേപ്പിലേക്ക് ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. എന്നിട്ട് ഇതിൽ നിങ്ങൾ എന്തൊക്കെ വെജിറ്റബിൾസ് യൂസ് ചെയ്യുമോ അതെല്ലാം ഇതിൻ്റെ അകത്ത് ചേർക്കാം. കാബേജ്, ബീൻസ്, മട്ടർ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പം ക്യാരറ്റും സവാളയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി ഉപ്പൂടെ ചേർത്തിട്ട് ഈ ഉള്ളിയും ക്യാരറ്റും കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ ഇത് ഒന്ന് മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇച്ചിരി നേരം ഞാൻ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരടപ്പും കൊണ്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇച്ചിരി നേരം അതൊന്ന് വേവാനായിട്ട് ആ മസാലയൊക്കെ അതങ്ങനെ മൂത്തെങ്കിൽ നമുക്കിത് അടച്ചങ്ങ് മാറ്റി തീ ഓഫാക്കിയിട്ട് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത്
രാവിലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാനിതൊന്ന് അടച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കി. ഇപ്പം ഈ മാവ് ഇപ്പോഴും ഇച്ചിരി ചൂടുണ്ട്. ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം കുറേയും കൂടെ അങ്ങ് കല്ല് പോലെ കട്ടി പോലായി. അങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് ഉരുള ഉരുട്ടണമെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ മതി. ഒത്തിരി ലൂസായാൽ നമുക്ക് ഉരുള ഉരുട്ടാൻ പാടാം. അപ്പം നന്നായിട്ട് തണുക്കണേ. കയ്യിൽ നമുക്കൊന്ന് ചൂട് അഡ്ജസ്റ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ചൂട് ആകാവൂ. ഇപ്പോൾ ഒരാൾ തന്നെ ഉള്ളെങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ടിഫിനൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായത്. ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാനൊക്കെ ഒത്തിരി സമയം എടുക്കും. അതേസമയം ഒരാളോട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഉരുളകളൊക്കെ ഉരുട്ടാൻ വേറെ ആളോട് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇത് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം, ഈ ചെയ്യുന്ന പരിപാടികൾ നമ്മൾ ഈ റവ ഇതുപോലെ ആക്കി കുഴച്ച് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റിയിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജ് വെച്ചാൽ മതി. പിന്നെ രാവിലെ ഈ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്ത് എടുത്താലും മതി. സമയമില്ലാത്തവരും പറ്റാത്തവരും അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ തന്നെ ഇതെല്ലാം അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ എത്രയും ചെറിയ ഉരുള ഉണ്ടാക്കുന്നോ അതാ നല്ലത്. കാരണം അതൊന്ന് കഴിക്കാനൊക്കെ നല്ലതാണ് അതാ. അപ്പം ഞാൻ നേരത്തെ 2-3 വർഷത്തിന് മുമ്പിട്ട് ഗോതമ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം പോളിന് അതായിരുന്നു ഇഷ്ടപ്പെട്ടത്. അത് ഇത്തിരി കട്ടി പോലെ ഇരിക്കും ഗോതമ്പാകുമ്പം. ഇത് പക്ഷേ നല്ല സോഫ്റ്റാണ്. എന്നിട്ട് ഞാനെല്ലാം ഇങ്ങനെ ഇഡലിത്തട്ടിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് സ്റ്റീം കയറ്റട്ടെ ഇച്ചിരി നേരം. നമ്മൾ ഒരു 5 മിനിറ്റ്, കാരണം ഓൾറെഡി നമ്മൾ ഇത്തിരി ഒന്ന് വേവിച്ചതല്ലേ വെള്ളത്തിയിട്ട്, ഒരു 5 മിനിറ്റ് വെന്താൽ മതി, സ്റ്റീം കയറ്റിയാൽ മതി. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ഞാൻ എടുത്തു. ഒരു ഇച്ചിരി നേരം ഞാൻ അങ്ങനെ അടച്ചങ്ങനെ അതുപോലെ വെച്ചിരുന്നു. അതേ ആവിയിൽ അങ്ങ് എടുക്കുവാണെങ്കിൽ ഇച്ചിരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പ്രൊസീജിയർ നിങ്ങൾക്ക് മധുരമായിട്ട് കഴിക്കാനാണെങ്കിൽ ഇത്തിരി പാലും ശർക്കര വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ടും അങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ തേങ്ങ തിരുമിയിട്ട് ശർക്കരയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തും എടുക്കാം. പക്ഷേ ഞാനിപ്പം ഇങ്ങനെ മസാലയൊക്കെ എടുത്തത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത്, അന്നേരം നല്ലൊരു നമ്മളില്ലേ കൊത്തു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പം ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കുമ്പം ആ മസാലയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുമല്ലേ, അതുപോലെ. അപ്പം ഞാൻ ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ ഈ ഉണ്ടാക്കി ഈ കുഞ്ഞു ബോളുകൾ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തു. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് ഇട്ടേരെ. അപ്പം നമ്മുടെ റവ ബോൾസ് എന്ന് പറയാം, നിങ്ങൾക്ക് എന്ത് വേണേലും ഒരു പേരിടാം. റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, സോഫ്റ്റ് ആയതുകൊണ്ടേ. അപ്പോൾ രാവിലത്തെ എല്ലാവരുടെയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. അതൊന്ന് മെഴുക്ക് പുരട്ടാനായിട്ട്. കോവയ്ക്ക് അങ്ങ് അടപ്പത്ത് കിടന്നാൽ പിന്നെ കുറേ നേരം ഇടുന്നത് ചെറിയ തീയിൽ അങ്ങനെ കിടന്നാൽ ആവിയിൽ അങ്ങ് വഴന്ന് വന്നോളുമല്ലേ. അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് അവിടെ കിടക്കട്ടെ. അപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി പിന്നെ ചപ്പാത്തിക്ക് ഉച്ചയ്ക്ക് ഇതാവുമല്ലേ. പിന്നെ കോവയ്ക്ക അടപ്പത്തിട്ടിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ബോൾസ് നമ്മളുണ്ടാക്കിയില്ലേ, ഇളം ചൂടായിരുന്നല്ലോ, കയ്യിലിങ്ങനെ ഇട്ട് ഉരുട്ടി കൈവെള്ളയ്ക്ക് ഒരിത്തിരി ഇതുപോലുണ്ട്. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. തുണിയെല്ലാം ഒന്ന് പെട്ടെന്ന് ഇപ്പോൾ രാവിലെ ഞാനങ്ങ് വിരിക്കാനിടും, കാരണം ഉണങ്ങി കിട്ടണ്ടേ. അപ്പോൾ ഇന്നലെ കഴുകിയതൊക്കെ അങ്ങ് ഉണങ്ങി, ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇടുന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അങ്ങ് ഉണങ്ങി കിട്ടും. ആ തുണികളെല്ലാം ഒന്ന് വിരിച്ചെടുക്കട്ടെ. കുറേ ദിവസം കൊണ്ട് ചിന്തിച്ചിരുന്ന കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ഒരു സമയം ഒരു ഉച്ചയാകുമ്പം ഔട്ട് ഗേറ്റിൻ്റെ അവിടെ പുള്ളിക്കാരൻ വരും. അപ്പോൾ എനിക്ക് ഈ ഭാഗ്യം ചെയ്യാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം രാവിലെ ആയതുകൊണ്ട് പറ്റി.
എന്തുവന്നേലും ഒട്ടും പാത്രം ഇല്ലാതിരിക്കുമായിരുന്നു. പിച്ചാത്തി ഇപ്പം വാത്തല കൂട്ടിക്കൊണ്ടുവന്നു. ജയിച്ചാൻ പ്രൈസമ്മാനെ വിടാൻ പോയണേ അവിടെ നിൽക്കുന്നു. പിന്നെ ഗേറ്റിൻ്റെ അവിടുത്തെ വാച്ച്മാനോട് ചോദിച്ചു അകത്ത് കൊണ്ടുപോട്ടേന്ന്. അപ്പോൾ ഇവിടെ താഴെ വരെ വന്ന് ഒരെണ്ണം എത്രയാണെന്ന് പറഞ്ഞോടാ? ഒരെണ്ണം 25 പറഞ്ഞു. ജയിച്ചാൽ എത്ര കൊടുത്തെന്നറിയത്തില്ല. ചേന തീയൽ വെക്കാൻ പോവാം. ഭയങ്കര മൂർച്ചയായി. ഇപ്പം മൂർച്ച ചെയ്തുകൊണ്ട് വന്നേയില്ലേ, സൂക്ഷിച്ച് ചെയ്യണം. ചേന ഞാനൊരു 2 കഷ്ണം ചേന ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പച്ചമുളക് എരിവുള്ള പച്ചമുളകല്ല കേട്ടോ, അതുകൊണ്ടാണ് ഒരു 3-4 പച്ചമുളക് എടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ടെ. ഇവിടെ ആരൊക്കെ കൂട്ടുമെന്നറിയത്തില്ല. ഞാനങ്ങനെ ചേന അങ്ങനെ തീയലൊന്നും വെച്ചിട്ടില്ല. ഇപ്പം തീയൽ വെക്കാൻ തന്നെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇന്നാൾ മെൻസി അയച്ചു കൊടുത്ത ആ പൊടി വറുത്ത തേങ്ങ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ മെത്ത ഷീറ്റ് വിരിക്കണമായിരുന്നു. അപ്പോൾ അതിന് വരുന്നതിന് മുമ്പിട്ട് കട്ടിലൊക്കെ ഇങ്ങോട്ട് നീക്കി ഷീറ്റൊക്കെ അങ്ങ് വിരിച്ച്, എന്നല്ല അപ്പടം തൂക്കാൻ പറ്റത്തുള്ളൂ ആ ഭിത്തിയറമ്പ്. അതുകൊണ്ട് അവളിപ്പോൾ വന്ന് അപ്പോൾ അതൊക്കെ തൂത്തിട്ട് ഇട്ട് പോയി. അപ്പോഴത്തേനും ചേന അടപ്പത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പൊടിക്ക് വേണ്ടി ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടാന്നല്ല വെച്ചത്, എന്നാലും ഒരു ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ വറുത്തത് അന്ന് ഞാൻ എടുത്തതിന് 1 പ്രാവശ്യം എടുത്തു. അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തേങ്ങയും കൂടെ എടുത്തൊന്ന് മൂപ്പിച്ചാൽ മതി നമുക്ക്. അപ്പോൾ തേങ്ങ വറുത്തത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് തീയലൊന്ന് വെക്കാമെന്ന് വെച്ചതാണ്. ഈ ജോലിക്ക് പോകുന്നവരൊക്കെ ഇങ്ങനെ അവധിയുള്ള ദിവസം ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തേ വെച്ചിരുന്ന പെട്ടെന്ന് രാവിലെ കറികളൊക്കെ റെഡിയാക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഇനി പ്രൈസമോൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇടിച്ചമന്തി തീർന്നു. അവനത് ഭയങ്കര ഇഷ്ടം ഇടിച്ചമന്തി. കുറേ ദിവസം കൊണ്ട് ഞാൻ ചിന്തിക്കും ഇച്ചിരി തേങ്ങ വറുത്തൊന്ന് ഇത്തിരി വീട്ടിൽ തന്നെ എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാമെന്ന്. എന്നും പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ജോലിയെല്ലാം ഉച്ചയ്ക്കെല്ലാം കഴിഞ്ഞിട്ട് സാവകാശം ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. എന്നേലും ഇനി അങ്ങ് എടുത്ത് ചെയ്തേലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നാളെ നീണ്ടങ്ങ് പോകും. അപ്പോൾ ചേന നന്നായിട്ട് വേവുന്ന ചേനയായിരുന്നു. ചേനയൊക്കെ ഇപ്പം നന്നായിട്ട് കഷ്ണങ്ങൾ വന്ന് നമ്മളിപ്പോൾ സ്പൂണും കൊണ്ട് ഉടയ്ക്കുവാണെങ്കിൽ അതൊന്ന് ഉടയും. ഞാനൊരു ഇച്ചിരി 1-2 ഇങ്ങനെ ഒന്ന് ഉടച്ച്, അപ്പം അതുകൊണ്ട് നല്ല കുറുകി ഇരിക്കുമായിരുന്നു കറി. അങ്ങ് നല്ല വെണ്ണ പോലെ വേവുന്ന ചേനയായിരുന്നു. പക്ഷേ ഇവിടെ കിട്ടുന്ന ചേന മിക്കവാറും നല്ല വേവുന്ന ചേനയാണ്. ഞാൻ ഇച്ചിരി പുളിവെള്ളം ഞാൻ പുളി എടുത്തുള്ളൂ. പക്ഷേ അതിങ്ങനെ അരിച്ചെടുത്തത് കൊണ്ട് പുളിവെള്ളം കൂടുതലായിട്ട് തോന്നിയതാണ്. അപ്പം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചായിരുന്നു. എന്നിട്ട് ആ പുളിവെള്ളമാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഇങ്ങനെ കഴുകിയിടുന്നത്. കാരണം ഒത്തിരി ചാറാക്കുന്നില്ലെന്ന് വെച്ച്. ഇന്നാൾ ഞാൻ എന്തുമായിരുന്നു, വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും കൂടെ ഒരു തീയൽ വെച്ചോണ്ട് ഒരു ഇച്ചിരി വെള്ളമായിപ്പോയി. പക്ഷേ ഇന്ന് അങ്ങനെ വെള്ളമായില്ല, നല്ലതുപോലെ കുറുകിയിരിക്കുമായിരുന്നു. പക്ഷേ കൊച്ചിത് നന്നായി കഴിച്ചു. കൊച്ചും ഡാഡിക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. പോളിന് അത്ര അങ്ങോട്ട് പിടുത്തമില്ലായിരുന്നു, ഒരു ഇച്ചിരി ചാറെടുത്തതേ ഉള്ളൂ. പക്ഷേ ഈ തീയൽ തന്നെ മതിയായിരുന്നു നമുക്ക് ചോറുണ്ണാൻ, വേറെ കൂട്ടാനൊന്നും വേണ്ട, അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഒന്ന് നോക്കിയുണ്ട്, ഇത്തിരി ഉപ്പ് കുറവായിട്ടൊക്കെ തോന്നി. കുറച്ചുകൂടി ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് ഇച്ചിരി ഒന്ന് തിളച്ച് വരട്ടെ. ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. കുറച്ച് കടുകിട്ടിട്ട് കറിവേപ്പിലയും പൊട്ടിച്ച് കുറച്ച് ഉള്ളിയും കൂടെ ഒക്കെ അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. നമ്മുടെ ചേന തീയലൂടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം ഞാനത് വെച്ചിട്ട് പിന്നെ എനിക്ക് വേറെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ട് വന്നൊരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയോണ്ടേ അത് ഒന്നുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിക്കാനെടുത്ത്. ഞാൻ പറഞ്ഞില്ല, ഈ കറി മാത്രം മതിയായിരുന്നു നമുക്ക് ചോറ് കഴിക്കാൻ, വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ആ ചൂട് ചോറും ചൂട് കറിയും പിന്നെ കുറച്ച് കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയും കൂടെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഊണും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും
കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.